Hey guys, welcome back to another video of iStudies. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു മിനി വ്ളോഗാണ്. ഇത് നമ്മൾ സിൽവർ സ്റ്റോമിലേക്ക് പോയിട്ടുള്ളൊരു വ്ളോഗാട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മൾ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പ്ലാൻ ചെയ്തുള്ളൊരു ട്രിപ്പായിരുന്നു. മഴയുണ്ടെങ്കിൽ സിൽവർ സ്റ്റോം എന്നുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്യാമെന്നും മഴയില്ലെങ്കിൽ നമുക്ക് അതുമായിട്ട് മൂവ് ഓൺ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിലായി തുടങ്ങി. നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല വെയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആദ്യം ചിന്തിച്ചു. പിന്നെ ഇതൊക്കെ നല്ല നമ്മുടെ നേച്ചറിൻ്റെ ഭംഗി കാണുന്ന കുറേ വഴികളാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാതെ നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നത് അത്ര ശരിയല്ലെന്ന് എനിക്ക് തോന്നി. സോ നിങ്ങൾ ഈ പ്രകൃതി ആസ്വദിക്കൂ. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കുഞ്ഞ് ബെല്ലൈക്കൺ കൂടിയിട്ട് അത് എനേബിൾ ചെയ്യുമ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ID കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ കയറി ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളതിൻ്റെ ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് മേഘങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പം നേരെ കാണുന്ന ആ ഒരു സ്നോ ഫ്ലേക്സ് ഉള്ളതാണ് സ്നോ സ്റ്റോമിൻ്റെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് സിൽവർ സ്റ്റോമിൽ കയറി റൈഡ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മറ്റേ സ്നോയിൽ കളിക്കാമെന്നായിരുന്നു. ഇവിടെ അപ്പോൾ ടിക്കറ്റ്സ് വരുന്നത് 2 ആയിട്ടാണ് വരുന്നത്. നമ്മൾ സിൽവർ സ്റ്റോമിലേക്ക് ഒരു എമൗണ്ടും സ്നോ സ്റ്റോമിൽ കയറണമെങ്കിൽ വേറൊരു എമൗണ്ട് കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് 1300 സംതിങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട ഏരിയയൊക്കെ ആളാണ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വളരെ കുറച്ച് ആൾക്കാരായിരുന്നു. പിന്നീട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഈ മോളിക്കോടെ പോകുന്ന റൈഡിൽ കയറാം എന്നാണ്. അപ്പോൾ ഇത് അത്ര സ്പീഡൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എന്തൊക്കെയാണുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ റൈഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതിന് ശേഷം അടുത്തതായിട്ട് പോകുന്നത് ഹൊറർ ഹൗസിലേക്കാണ്. അപ്പോൾ അവിടെയാണ് ഈ 2 ക്യൂട്ടായുള്ള ആനക്കുട്ടന്മാരെ നമ്മൾ കണ്ടത്. ഹൊറർ ഹൗസിലേക്ക് കയറുന്നതിന് മുന്നേ അവർ നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലൗസ് തന്നിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ ഞാൻ പേടിച്ചാകെ ഒരു വിധമായിട്ടുണ്ടാവും. പക്ഷേ ഇത്തവണ ഞാൻ കയറിയപ്പോൾ ഞാൻ ഭയങ്കര കാമായിരുന്നു. ഞാനിന്ന് ചിരിക്കുകയാണ്. ഓരോന്ന് കണ്ടിട്ട് ചിരിയോട് ചിരിയായിരുന്നു. അപ്പം ഞാൻ തന്നെ എന്നെക്കുറിച്ച് ആലോചിച്ച് അഭിമാനം പുളകിതയായൊരു നിമിഷമായിരുന്നു ഈ ഹൊറർ ഹൗസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു മിററിൻ്റെ ആ ഒരു ഇതിലേക്കായിരുന്നു. ഇത് ഞാൻ വേറെയും 2 ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്താ സംഭവം ഏതാണെന്ന്. അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടെന്ന് കാർ റൈഡിനായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ വണ്ടിയൊക്കെ ഓടിച്ച് അടിപൊളി വണ്ടി ഓടിച്ചു. ഞങ്ങൾ ഏത് നേരം കൂടി വണ്ടി ഇടിക്കലായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ടാസ്ക് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ആദ്യം വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടിയില്ല. ആൻഡ് നമ്മളത് പഠിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ ഇടിയായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ തറവായി വന്നപ്പോഴത്തേക്കും
ഓവറായിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഈ ഒരു ബോട്ട് ഓടിക്കാനായിരുന്നു സംഭവം. നല്ല രസമായിരുന്നു. കാരണം എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ നല്ല എളുപ്പമായിട്ട് ഇങ്ങനെ വെറുതെ പെടൽ ചവിട്ടുകയായിരുന്നു. പക്ഷെ തിരിച്ച് നമ്മൾ റൗണ്ട് അടിച്ച് വന്ന് ഇത് എങ്ങനെയാണ് തിരിച്ച് പാർക്ക് ചെയ്യേണ്ടതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അറിയാതിരുന്നത്. നമ്മൾ പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടന്നു. അപ്പോൾ ചെറുതായിട്ടൊരു മഴ പെയ്തു. അപ്പോഴത്തേക്കും തന്നെ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി നല്ല രീതിയിൽ ഡ്രെയിനായി. കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്നോ ഹൗസിൽ ചെന്നുള്ള വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നമ്മൾ കുറേ വാട്ടർ റൈഡുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ സ്നോ ഹൗസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ വന്നപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നോ ഹൗസിൽ കയറുമ്പോൾ നമ്മൾ സോക്സ് സെപ്പറേറ്റ് വാങ്ങണം, കോട്ടും സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സ്നോ ഫാൾ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രശ്നമൊക്കെ തോന്നി. ഞാൻ ഫോണും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാം.